ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന സ്റ്റോർ കീപ്പർ എക്സാമിൻ്റെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ പ്രേക്ഷകൻ. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം പ്രേക്ഷകൻ. പ്രേക്ഷകൻ. കാണുന്നയാളാണ് പ്രേക്ഷകൻ. കാണുന്നയാൾ. പ്രേക്ഷകൻ. പ്രേഷിതൻ. അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവൻ പ്രേഷിതൻ. പ്രേക്ഷിതൻ. കാണപ്പെട്ടവൻ. കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ. ഇതെല്ലാം പഠിച്ചു വെച്ചോണം, പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഒന്നുകൂടെ പറയാം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം പ്രേക്ഷകൻ. കാണുന്നയാൾ പ്രേക്ഷകൻ. അയക്കപ്പെട്ടവൻ പ്രേഷിതൻ. കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഗുരുക്കൾ, വധുക്കൾ, പിതാക്കൾ, കുഞ്ഞുങ്ങൾ. ഓപ്ഷൻ എ ഗുരുക്കളാണ് ബഹുവചന രൂപമായി വരാത്ത പദം. ഗുരുക്കൾ പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാന അർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപമാണ് പൂജക ബഹുവചനങ്ങൾ. അപ്പോൾ ഇവിടെ ബഹുവചന രൂപമായി വരാത്ത പദം ഗുരുക്കളാണ്. വധുക്കൾ, പിതാക്കൾ, കുഞ്ഞുങ്ങൾ ഇതെല്ലാം ബഹുവചന രൂപങ്ങളാണ്. ഓക്കെ. അടുത്ത ചോദ്യം, സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി കിഞ്ചിഞ്ചൻ. സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദം കിഞ്ചിഞ്ചൻ. സർവജ്ഞൻ വിപരീത പദം കിഞ്ചിഞ്ചൻ. ഇത് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ഓപ്ഷൻ ഡി പൊൽക്കുടം. പൊൻ പ്ലസ് കുടം പൊൽക്കുടം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൊൻ പ്ലസ് കുടം പൊൽക്കുടം. അടുത്ത ചോദ്യം, ഓശ എന്ന വാക്കിൻ്റെ സമാന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി ശബ്ദം. ഓശ എന്ന വാക്കിൻ്റെ സമാന അർത്ഥം വരുന്ന പദം ശബ്ദം. ഓശ അർത്ഥം ശബ്ദം. അടുത്ത ചോദ്യം, പക്ഷി എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ബി പത്രി. പക്ഷി എന്നർത്ഥം വരുന്ന പദങ്ങളാണ് വിഹഗം, ദ്വിജം, ശകുന്തം. പക്ഷി എന്നർത്ഥം വരാത്ത പദം പത്രി. അടുത്ത ചോദ്യം,
പഠിത്തം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഏടുകെട്ടുക. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏടുകെട്ടുക. തനാശി പാടുക, അർത്ഥം അവസാനിക്കുക, അവസാനിപ്പിക്കുക എന്നൊക്കെയാണ്. തനാശി പാടുക, അവസാനിക്കുക, അവസാനിപ്പിക്കുക. ഭരതവാക്യം ചൊല്ലുക, ഇതിൻ്റെ അർത്ഥം അവസാനിക്കുക, അവസാനിപ്പിക്കുക എന്നൊക്കെയാണ്. ഭരതവാക്യം ചൊല്ലുക, അവസാനിക്കുക, അവസാനിപ്പിക്കുക. ശിങ്കിടി പാടുക, ഇതിൻ്റെ അർത്ഥം ഏറ്റുപാടുക എന്നാണ്. ശിങ്കിടി പാടുക, ഏറ്റുപാടുക. ശിങ്കിടി പാടുക, ഏറ്റുപാടുക. ഒന്നുകൂടെ പറയാം. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏടുകെട്ടുക. തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിക്കുക, അവസാനിപ്പിക്കുക. ഭരതവാക്യം ചൊല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിക്കുക, അവസാനിപ്പിക്കുക. ശിങ്കിടി പാടുക എന്ന ശൈലിയുടെ അർത്ഥം ഏറ്റുപാടുക. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, തനാശി പാടുക, ഭരതവാക്യം ചൊല്ലുക, ഇതിന് ഒരേ അർത്ഥമാണ് ഉള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ശ്വശ്വരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ശ്വശ്രു. ശ്വശ്വരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ശ്വശ്രു ആണ്. ശ്വശ്വരൻ എന്ന് വെച്ചാൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനെയാണ് ശ്വശ്വരൻ എന്ന് വിളിക്കുന്നത്. ശ്വശ്രു ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മേനെയാണ് ശ്വശ്രു എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ശ്വശ്വരൻ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പിതാവ്, ശ്വശ്രു ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മാതാവ്. അപ്പോൾ ശ്വശ്വരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ശ്വശ്രു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി മടയൻ. മടയൻ, മടയനാണ് ശരിയായ പദം. ക്വസ്റ്റ്യൻ, കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത്? ഓപ്ഷൻ സി ആകാശക്കോട്ട. കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ആകാശക്കോട്ട. കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് വെച്ചാൽ ആകാശക്കോട്ട, പകൽക്കിനാവ് എന്നൊക്കെയാണ് കേട്ടോ. പകൽക്കിനാവ് എന്നുണ്ടെങ്കിലും കറക്റ്റാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആകാശക്കോട്ടയാണ് കറക്റ്റ്. ഓപ്ഷൻ സി ആകാശക്കോട്ട. പകൽക്കിനാവും കറക്റ്റാണേ. കാസ്റ്റിൽ ഇൻ ദ എയർ, ആകാശക്കോട്ട, പകൽക്കിനാവ്. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങളുടെ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം.
പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്